الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم علمنا ما ينفعنا وانفعنا بما علمتنا ورزقنا علما نافعا يا رب العالمين. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഈ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾക്ക് മുമ്പാകെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ സംബന്ധിച്ചാണ്. ഖുർആനിൽ അള്ളാഹു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനി. അടിമക്ക് അള്ളാഹു മതിയായവനല്ലേ? പിന്നെ പ്രവാചകനോട് പറയാം, വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനി. അള്ളാഹു അല്ലാത്തവരെ കാണിച്ച് പ്രവാചകരെ അവർ താങ്കളെ പേടിപ്പിക്കുകയാണ്. ഒരടിമക്ക് അള്ളാഹു മതിയായവനാണ് ഏത് നിലയിലും. ഒരു ചരിത്ര സംഭവം പറഞ്ഞത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും. മഹാനായ സഹാബി അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹു, പ്രഗൽഭനായ സഹാബി ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പയാണ്. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ഹറാം അൻസാരിയായ സഹാബിയാണ്. ആദ്യകാലത്ത് തന്നെ മുസ്ലിമായിട്ടുണ്ട്. രണ്ടാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത സഹാബിയാണ്. ശേഷം ബദ്റിലും ഉഹദിലും പങ്കെടുത്ത സഹാബിയാണ്. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹു സഹാബി ഉഹദിന്റെ തലേന്ന് രാത്രി തൻ്റെ മകൻ ജാബിർ ബിൻ അബ്ദുല്ലയെ വിളിച്ചു. തൻ്റെ ചില വസിയത്തുകൾ നൽകി. മകനെ, ഞാൻ വൃദ്ധനാണ്, എനിക്ക് പ്രായമായിട്ടുണ്ട്. അഥവാ അള്ളാഹു തീരുമാനിച്ചാൽ നാളെ യുദ്ധത്തിൽ എനിക്ക് അധിക സമയമൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ആദ്യ സമയത്ത് തന്നെ ഞാൻ ഷഹീദാവും. അഥവാ ഞാൻ ഷഹീദായാൽ നിന്റെ കുടുംബം, അഥവാ എൻ്റെ പെൺമക്കൾ, 9 പെൺമക്കളുണ്ടായിരുന്നു, ചെറിയ കുട്ടികളായിരുന്നു എല്ലാവരും. ആ പെൺമക്കളെ നീ നോക്കണം. അതേപോലെ തന്നെ ഭാരിച്ചൊരു തുക എനിക്ക് കടബാധ്യതയായിട്ടുണ്ട്. അപ്പം ആ ഒരു കുടുംബത്തെയും ആ ഒരു വലിയ തുക കടബാധ്യതയെയും മകൻ ജാബിർ ബിൻ അബ്ദുല്ലയെ ആ വാപ്പ ഏൽപ്പിക്കാം. പിറ്റേന്ന് രാവിലെ യുദ്ധത്തിന് പുറപ്പെട്ടു. യുദ്ധം ആരംഭിക്കുമ്പോഴേക്കും സഹാബി ഷഹീദായി വീണു. ശത്രുക്കള് സഹാബിയുടെ ശരീരത്തെ വികൃതമാക്കി. ജബർദാൻ പറയാണ്, യുദ്ധാനന്തരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഹദാക്കളുടെ ശരീരങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി. 70ഓളം സഹാബാക്കളുണ്ട് ഉഹദിൽ ഷഹീദായത്. എൻ്റെ പിതാവിൻ്റെ ശരീരം ഒരു പുതപ്പ് കൊണ്ട് മൂടിയിരിക്കുകയാണ്. ഞാൻ ചെന്ന് ആ പുതപ്പ് നീക്കി എൻ്റെ പിതാവിൻ്റെ മുഖമൊന്ന് കാണാൻ പുതപ്പ് നീക്കുന്ന സമയം സഹാബാക്കൾ എന്നെ തടഞ്ഞു, എന്നെ അനുവദിച്ചില്ല. 3 പ്രാവശ്യം ഞാനത് പുതപ്പ് നീക്കാൻ തുടങ്ങിയപ്പോൾ സഹാബാക്കൾ എന്നെ തടഞ്ഞു. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് എനിക്ക് ആ പുതപ്പ് നീക്കി തന്നു, അല്ലെങ്കിൽ പുതപ്പ് നീക്കാൻ സഹാബാക്കളോട് കൽപ്പിച്ചു. ഞാൻ എൻ്റെ പിതാവിൻ്റെ രൂപം കണ്ടു. മുഖവും മറ്റ് കൈകാലുകളൊക്കെ വികൃതമായ രൂപത്തിലാണ്. ആ പുതപ്പ് നീക്കിയപ്പോൾ എൻ്റെ സഹോദരി എൻ്റെ പിതാവിൻ്റെ മുഖം കാണാനിടയായി. സഹോദരി ഉച്ചത്തിൽ കരഞ്ഞു. ഇത് കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് കരയുന്നത്?
സഹാബാക്കൾ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മകളാണ് അല്ലെങ്കിൽ സഹോദരിയാണ്. ഹദീസിൽ രണ്ടും വന്നിട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ലിമ തബ്കീൻ, എന്തിനാണ് ഈ കരയുന്നത്? മാ സാലത്തിൽ മലായികതു തുദില്ലുഹു ഹത്താ റുഫിഅ. മോളിലേക്ക് പോയിക്കോ, മോളിൽ സ്ഥലമുണ്ട്. മാ സാലത്തിൽ മലായികതു തുദില്ലുഹു ഹത്താ റുഫിഅ. ആ മയ്യത്തിനെ നിങ്ങൾ എടുക്കുന്നത് വരെ മലക്കുകൾ അവരുടെ ചിറകുകൾ കൊണ്ട് അതിന് തണൽ നൽകിയിരുന്നു, അതിനെ സംരക്ഷിച്ചിരുന്നു. എന്നാലോചിച്ച് നോക്കിയ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹു അധികം പ്രഗത്ഭനായ അറിയപ്പെട്ട സഹാബിയൊന്നുമല്ല, ഇൽമിൽ അറിയപ്പെട്ട ആളല്ല, അതേപോലെ തന്നെ നായകനായിട്ട് അറിയപ്പെട്ട ആളല്ല, വലിയ ധീരശാലിയോ യോദ്ധാവോ ആയിട്ട് അറിയപ്പെട്ട ആളല്ല. സഹാബാക്കളിൽ അറിയപ്പെട്ട ഒരാളായിരുന്നില്ല അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹു. സാധാ ഒരു സഹാബിയാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ സഹാബിക്ക് ഒരു സ്ഥാനം ഉണ്ടായിരുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ ഉഹദിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 മയ്യത്തിനെ ഒന്നിച്ചാണ് ഒരു ഖബറിൽ മറമാടിയത്. എൻ്റെ പിതാവ് അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ അംർ ബിൻ ജുമൂഹ് റളിയല്ലാഹു അൻഹുവിനാണ് റസൂൽ മറമാടിയത്. എനിക്കത് എൻ്റെ പിതാവ് ഖബറിൽ മറ്റൊരാളോടൊപ്പം കിടക്കുന്നത് എനിക്ക് പ്രയാസമായി തോന്നി. ഞാൻ എൻ്റെ പിതാവിൻ്റെ മയ്യത്ത് അവിടുന്ന് എടുത്ത് മറ്റൊരു ഖബറിലേക്ക് വെക്കാൻ തീരുമാനിച്ചു. ഞാൻ അതിൻ്റെ അവസരം കാത്തിരുന്നു. 6 മാസത്തിന് ശേഷം എനിക്കതിന് അവസരം കിട്ടി. ഉഹദ് യുദ്ധം കഴിഞ്ഞ് 6 മാസത്തിന് ശേഷം എനിക്കതിന് അവസരം കിട്ടി. ഇമാം ബുഖാരി സഹീഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. 6 മാസത്തിന് ശേഷം എൻ്റെ പിതാവിൻ്റെ ഖബർ ഞാൻ തുറന്നു. എൻ്റെ പിതാവിനെ എനിക്ക് കാണാൻ സാധിച്ചത് കഅന്നഹു നായിമുൻ, അദ്ദേഹം ഉറങ്ങുന്നവനെ പോലെ സുഖമായിട്ട് കിടക്കുക. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ യാതൊരു കേടും സംഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ചെവിയുടെ ഭാഗം ചെറുങ്ങനെ മാറ്റം വന്നിട്ടുണ്ട്, മറ്റൊരു ശരീരഭാഗത്തിനും ഒരു കേടുണ്ടായിട്ടില്ല. സഹാബാക്കൾ ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ കഫൻ തുണി എങ്ങനെ ഉണ്ടായിരുന്നു? ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലെ വിരിച്ച തുണി പോലെ ഒരു കേടുപാടും സംഭവിക്കാത്ത രീതിയിലായിരുന്നു എൻ്റെ പിതാവിൻ്റെ കഫൻ തുണി. കറാമത്താണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് സഹീഹ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരു കേടുപാടും സംഭവിച്ചിട്ടില്ല. എൻ്റെ പിതാവിൻ്റെ ശരീരം ഞാൻ എടുത്ത് മറ്റൊരു ഖബറിൽ വെച്ചു. പ്രിയമുള്ളവരെ, ആ സഹാബി ജീവിക്കുന്ന സമയം എല്ലാ സഹാബാക്കൾക്കും ആ സഹാബിനെ അറിയില്ല. അങ്ങനെ സാധാരണക്കാരനായി ജീവിച്ച സഹാബിയാണ്. പക്ഷെ അള്ളാഹുമായിട്ട് ആ സഹാബിക്ക് ഒരു ബന്ധമുണ്ടായിരുന്നു. അത് മറ്റൊരാൾക്ക് കാണാൻ കഴിയില്ല. ഇപ്പം ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നമ്മൾ ദുനിയാവിൽ ഏത് മേഖലയിലാണെങ്കിലും, ഏത് രീതിയിലുള്ള കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നമുക്ക് നമ്മുടെ റബ്ബുമായിട്ടൊരു ബന്ധം വേണം. എൻ്റെ റബ്ബാണ്. നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു ചിന്ത വേണം. എനിക്കെൻ്റെ റബ്ബുണ്ട്, എൻ്റെയും എൻ്റെ റബ്ബിൻ്റെയും ഇടയിൽ മൂന്നാമത്തെ ഒരാളില്ല. ആ ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടാവും. അതാണ് അള്ളാഹുമായിട്ടുള്ള ബന്ധം. പിറ്റേന്ന് ഉഹദ് യുദ്ധത്തിൻ്റെ പിറ്റേന്ന് ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു വളരെ സങ്കടപ്പെട്ട് പള്ളിയിലേക്ക് വരും. കാരണം ആ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ഉത്തരവാദിത്തങ്ങൾ വന്നു. 9 സഹോദരിമാരുണ്ട്, പിതാവിന് വലിയ കടബാധ്യതയുണ്ട്. ആ ഒരു പ്രയാസം ആ മുഖത്ത് കാണാമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാലി അറാക മുൻകസിറ, ജാബിർ എന്താണ് ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്നത്? സഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ താങ്കൾക്കറിയില്ലേ, എൻ്റെ പിതാവ് ഇന്നലെ ഉഹദിൽ ഷഹീദായി. പിതാവ് ബാക്കി വെച്ചത് 9 സഹോദരിമാരെയാണ്. അതേപോലെ തന്നെ വലിയ തുക കടബാധ്യതയുമാണ് ബാക്കിയാക്കിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് സഹാബിയോട് ചോദിച്ചു, നിന്റെ പിതാവ് അള്ളാഹുവിനെ കണ്ടുമുട്ടിയ സംഭവം ഞാൻ നിനക്ക് വിശദീകരിച്ചട്ടെ? ജവാബ് പറഞ്ഞു, അത് എനിക്ക് അറിയിക്കണം, അത് എനിക്ക് പറഞ്ഞു തരണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ കല്ലമല്ലാഹു അഹദൻ ഇല്ലാ മിൻ വറാഇ ഹിജാബ്,
ഒരു മറയുടെ പിറകിലല്ലാതെ അള്ളാഹു നേരിട്ട് ഒരാളോടും സംസാരിച്ചിട്ടില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ പിതാവിനോട് നേരിട്ട് സംസാരിച്ചു. ബർസഖിൽ, ദുനിയാവിൽ അതൊരിക്കലും സാധ്യമല്ല. ബർസഖിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് സംസാരിച്ച, ഒരു വാസിതയുമില്ലാതെ ഒരു മറയുമില്ലാതെ അള്ളാഹു നേരിട്ട് സംസാരിച്ച ഒരേ ഒരാള് അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹു. റസൂൽ വിശദീകരിച്ചു കൊടുക്കണം ജാബിർ. അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ ഉപ്പ അബ്ദുല്ലാഹിനോട് ചോദിച്ചു, തമന്ന അലയ്യ ഉഅ്തിക്, നീ എന്താണോ ആവശ്യപ്പെടുന്നത് നിനക്ക് നൽകാം. സഹാബി ആവശ്യപ്പെട്ടത് എന്താ പറയും? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ പിതാവ് അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടത്, അള്ളാഹുവെ എന്നെ ഒരിക്കൽ കൂടി നീ ഭൂമിയിലേക്ക് തിരിച്ചയക്കണം, ദുനിയാവിലെ ജീവിതത്തിലേക്ക് നീ തിരിച്ചയക്കണം, എന്നിട്ട് ഒരിക്കൽ കൂടി നിന്റെ മാർഗത്തിൽ എനിക്ക് ഷഹീദാകണം. അത്രയും സ്ഥാനമുണ്ട് നാളെ ആഖിറത്തിൽ ഷഹീദ്. പക്ഷെ അള്ളാഹ് തിരിച്ചു പറഞ്ഞു, അത് അള്ളാഹു മുന്നേ തീരുമാനിച്ചതാണ്. ദുനിയാവിലേക്ക് ഒരു മടക്കം ഇനി ആർക്കുണ്ടാവൂല. ദുനിയാവിൽ നിന്ന് പോയാൽ പിന്നെ തിരിച്ച് ദുനിയാവിലേക്കുള്ള മടക്കമില്ല. ആ സഹാബി രണ്ടാമത് ആവശ്യപ്പെട്ടു, അള്ളാഹുവേ എങ്കിൽ എൻ്റെ ഈ അവസ്ഥ എൻ്റെ പിൽക്കാലക്കാർക്ക് നീ അറിയിക്കണം, എൻ്റെ കുടുംബത്തെയും സഹാബാക്കളെയും നീ അറിയിക്കണം, ഞാൻ ഇത്രയും സുഖത്തിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂലിന് വഹി ഇറങ്ങുന്നത്. വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ആയത്തിറങ്ങി റസൂൽ ജീവിച്ചിരിക്കുന്നവർക്ക് ജാബിറുല്ലാഹിന്റെ അവസ്ഥ, അബ്ദുല്ലാഹി ബിൻ ഹറാം റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ അറിയിച്ചുകൊണ്ട്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാത, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ മരണപ്പെട്ടവർ, കൊല്ലപ്പെട്ടവർ, അവർ മരിച്ചവരാണ് നിങ്ങൾ ധരിക്കരുത്. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, പക്ഷെ അവർ അള്ളാഹുവിന്റെ അടുക്കൽ ജീവിക്കുന്നവരാകുന്നു. യുർസഖൂൻ, അവർക്ക് റിസ്ക് നൽകപ്പെടുന്നുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ. പ്രിയമുള്ളവരെ, ആ സഹാബി സാധാരണ നമ്മളെപ്പോലൊരു മനുഷ്യനാണ്. പക്ഷെ അള്ളാഹുമായിട്ട് ആ സഹാബിക്കൊരു ബന്ധമുണ്ടായിരുന്നു. സമൂഹത്തിൽ അറിയപ്പെട്ട ഒരാളല്ല, സഹാബാക്കൾക്കിടയിൽ ഉന്നതനായി അറിയപ്പെട്ട ഒരാളല്ല, മറിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു സ്ഥാനമുള്ള ആളായിരുന്നു അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ചരിത്ര പാഠത്തിൽ വലിയ കാര്യം ഉൾക്കൊള്ളാനുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഏത് മേഖലയിലാണെങ്കിലും, ഏത് രീതിയിൽ ജീവിക്കുന്ന ആളാണെങ്കിലും, നല്ല ആരോഗ്യമുള്ളയാളാണെങ്കിലും, രോഗിയാണെങ്കിലും, സുന്ദരനാണെങ്കിലും, കാണാൻ വിരൂപിയാണെങ്കിലും, വലിയ സമ്പത്തുള്ളവനാണെങ്കിലും, ദരിദ്രനാണെങ്കിലും, നമുക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിന് ഇതൊന്നും തടസ്സമാകുന്നില്ല. ചിലപ്പോൾ ജനമധ്യത്തിൽ നമ്മൾ സ്വീകരിക്കപ്പെടാത്ത ആളായിരിക്കും, നമ്മൾ അവഗണിക്കപ്പെടുന്ന ആളായിരിക്കും, നമ്മുടെ വാക്കുകൾ കേൾക്കാൻ ആളുണ്ടാവില്ല, നമുക്ക് പിൻബലം നൽകാൻ നമ്മുടെ കൂടെ ആൾക്കാരുണ്ടാവില്ല. പക്ഷെ പ്രിയമുള്ളവർ, ഇതൊന്നും എന്തില്ല, അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് ഒരു തടസ്സവുമല്ല. ആ രീതിയിൽ അള്ളാഹുമായിട്ട് നമുക്കൊരു ബന്ധം വേണം. മഹാനായ സഹാബി ജുലൈബീബ് റളിയല്ലാഹു അൻഹു, സഹാബി ദരിദ്രനാണ്, കാണാൻ വിരൂപിയാണ്, ചെറിയ കുട്ടികൾ കണ്ടാൽ പേടിക്കും. ആ രൂപത്തിലായിരുന്നു സഹാബിയുടെ രൂപം. മദീനയിൽ കുടുംബക്കാരില്ല, ആരുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിലാണ് താമസം. കുടുംബക്കാരോ സമ്പത്തോ ഒന്നുമില്ല സഹാബിക്ക്. വിവാഹപ്രായമെത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും കാണുമ്പോൾ ചോദിക്കും, യാ ജുലൈബീബ് അലാ തതസവ്വജ്, ജുലൈബീബ് നീ വിവാഹം കഴിക്കുന്നില്ലേ? അപ്പൊ സഹാബി തിരിച്ചു ചോദിക്കും, അല്ലാഹുവിന്റെ റസൂലേ, മൻ യുസവ്വിജുനി ലാ മാല വലാ ജാഹ്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ആരാണ് വിവാഹം ചെയ്തു തരിക? എനിക്ക് സമ്പത്തില്ല, സൗന്ദര്യമില്ല. അഥവാ സഹാബാക്കൾക്ക് പോലും അങ്ങനെയുള്ളൊരു സഹാബിയെ ശരിക്കറിയില്ല, പരിചയമില്ല. സാധാരണക്കാരനായി ജീവിച്ചൊരു സഹാബി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ജുലൈബീബ്, ഇന്ന അൻസാരിയുടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ മകളെ നീ വിവാഹം അന്വേഷിക്കണം. അല്ലാഹുവിന്റെ റസൂൽ അയച്ചതാന്ന് പറഞ്ഞാൽ മതി. ജുലൈബീബ് പോയി ആ വീട്ടിലേക്ക്. പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലാണ് എന്നെ നിയോഗിച്ചത്, എന്നെ അയച്ചത്. താങ്കളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചേരണം. പിതാവ് ആദ്യം എതിർത്തു. ജുലൈബിനെ പോലെ ഒരാൾക്ക് എൻ്റെ മകളെ വിവാഹം കഴിച്ചു തരൂല.
സംസാരം കേട്ട് വന്ന പെൺകുട്ടിയുടെ ഉമ്മയും എതിർത്തു. നിന്നെ ആരാണ് അയച്ചത്? റസൂലാണ് അയച്ചത്. പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള ഒരാൾക്ക് എൻ്റെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. ആ ഉമ്മ ഇപ്പോൾ ഒരേ വാശി. ആ സമയത്താണ് മകൾ ഈ സംസാരം കേൾക്കുന്നത്. മകൾ പറഞ്ഞു ഉപ്പാനോട്, അള്ളാന്റെ റസൂലാണ് ജുലൈബിബിൻ എൻ്റെ അടുക്കലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു ഖൈറുണ്ട്, ഞാനത് അംഗീകരിക്കുന്നു, സമ്മതിക്കുന്നു. അങ്ങനെ വിവാഹം നടന്നു. വിവാഹം കഴിഞ്ഞ് 2-3 ദിവസത്തിനിടയിൽ റസൂലും സഹാബാക്കളും യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു. ജുലൈബിൻ റളിയല്ലാഹു അൻഹു ആ യുദ്ധ സംഘത്തിൽ കൂടെ ഉണ്ടായിരുന്നു, റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്നു. യുദ്ധം കഴിഞ്ഞ് സഹാബാക്കളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നോക്ക്. സഹാബാക്കൾ ഇങ്ങനെ ഓരോ ആൾക്കാരുടെ പേരുകൾ എണ്ണി, ഇന്ന ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്, ഷഹീദാക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ശരീരങ്ങൾ കൊണ്ടുവന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക്. റസൂൽ വീണ്ടും ചോദിച്ചു, വേറെ ആരാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്? സഹാബാക്കൾ വന്നു, പിന്നെ എണ്ണി, ഇന്ന ആൾക്കാർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 3-ാമത്തെ പ്രാവശ്യം അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആരൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്? സഹാബാക്കൾ പറഞ്ഞില്ല, എല്ലാവരും ആയി, അങ്ങനെ ആരും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ഖിദു ഹബീബി ജുലൈബി, എൻ്റെ ഹബീബ് ജുലൈബിനെ എനിക്ക് നഷ്ടപ്പെട്ടു. സഹാബാക്കൾ എണ്ണത്ത് കൂട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരാൾ സഹാബാക്കൾക്ക് പരിചയമില്ല. അഥവാ സാധാരണക്കാരനായി ആരും പരിചയമില്ലാത്ത മദീന പള്ളിയുടെ ഒരു മൂലയിൽ ജീവിച്ച സഹാബിയാണ്. റസൂൽ പറഞ്ഞു, എനിക്ക് എൻ്റെ ജുലൈബിനെ നഷ്ടപ്പെട്ടു, അന്വേഷിക്കാൻ പറഞ്ഞു. സഹാബാക്കളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചപ്പോ യുദ്ധക്കളത്തിന്റെ ഒരു മൂലയിൽ ജുലൈബിബിന്റെ ശരീരം അല്ലാഹുവിന്റെ റസൂൽ കണ്ടു. ചുറ്റും 7 ശത്രുക്കളുടെ ശരീരമുണ്ട്. സഹാബാക്കൾ പറഞ്ഞു, 7 ആൾക്കാരെ കൊന്നിട്ട് ജുലൈബിബിൻ ഷഹീദായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ആ ശരീരം അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിലേക്ക് വെക്കാൻ പറഞ്ഞു. സഹാബാക്കൾ റസൂലിന്റെ കൈയിലേക്ക് ആ ശരീരം വെച്ചു. ഖബർ കുഴിച്ച് അല്ലാഹുവിന്റെ റസൂലാണ് ആ ശരീരം ഖബറിലേക്ക് എടുത്തു വെച്ചത്. സഹാബാക്കൾ ആഗ്രഹിച്ചു, ജുലൈബിബിന് പകരം എൻ്റെ മയ്യിത്തായിരുന്നു അതെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയി. കാരണം റസൂലാണ് ഖബറിലേക്ക് എടുത്തു വെക്കുന്നത്. അവസാനം മരണപ്പെടുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈകളിൽ നിന്നിട്ടാണ്. പ്രിയമുള്ളവരെ, സഹാബാക്കൾക്ക് പോലും പരിചയമില്ലാത്തൊരു സഹാബി ജുലൈബി റളിയല്ലാഹു അൻഹു. പക്ഷെ അല്ലാഹുവിന്റെ റസൂലിന് നല്ല എണ്ണം ഉണ്ടായിരുന്നു, റസൂലിന് പരിചയം ഉണ്ടായിരുന്നു, റസൂൽ ഓർത്ത് വെച്ചിരുന്നു, അത്രയും ഇഷ്ടപ്പെട്ടിരുന്നു ജുലൈബി റളിയല്ലാഹു അൻഹു. പ്രിയമുള്ളവരെ, അതേപോലെ ആകണം നമ്മൾ. ആർക്കും വേണ്ടെങ്കിലും എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, അതിനാരും തടസ്സം നിൽക്കൂല. ഞാനും എൻ്റെ റബ്ബും ബന്ധം വെക്കുന്നതിൽ 3-മതൊരാൾക്ക് ഇടപെടാൻ കഴിയില്ല. ആ ഒരു ഉറപ്പ്, പ്രിയമുള്ളവരെ, എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട്, ആ ഒരു ചിന്ത എപ്പോഴും വേണം. എൻ്റെ റബ്ബ് ഈ രീതിയിലൊക്കെ ഇത്രയും ഗുരുത്തക്കെട്ടവനായി ഏത് സമയത്തും എന്നെ നിരീക്ഷിച്ചുകൊണ്ട്, എന്നെ കണ്ടുകൊണ്ട്, എന്നെ അറിഞ്ഞുകൊണ്ട് ഇത്രയും കരുണ എന്നോട് ചെയ്യുന്ന എൻ്റെ റബ്ബ്, എൻ്റെ ഉമ്മയേക്കാൾ എന്നെ സ്നേഹിക്കുകയും കരുണ ചെയ്യുന്നുണ്ട് എന്നോട്. എൻ്റെ പിതാവിനേക്കാൾ, എൻ്റെ സഹോദരങ്ങളെക്കാൾ, എൻ്റെ കൂട്ടുകാരേക്കാൾ, എൻ്റെ നാട്ടുകാരേക്കാൾ എന്നെ കാണുകയും അറിയുകയും ചെയ്യുന്ന എൻ്റെ റബ്ബ് ഈ രീതിയിൽ എന്നെ സംരക്ഷിച്ച് ഇത്ര നിലയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ആ റബ്ബുമായിട്ട് നമുക്കൊരു ബന്ധം വേണം. ആ ബന്ധം ഉണ്ടാകുന്നത് നിസ്കാരത്തിലൂടെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഓരോ രാത്രിയുടെ അവസാന ഭാഗത്ത് അല്ലാഹുവിന്റെ റസൂൽ 7-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അടിമകളോട് ചോദിക്കും, ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറു ലഹ്, നിങ്ങളിൽ ആരുണ്ട് എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, ഞാൻ നിങ്ങൾക്ക് മാപ്പാക്കി തരാം. ഹൽ മിൻ സായിലിൻ ഫഉതിയ, നിങ്ങൾ ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഞാൻ നിങ്ങൾക്ക് നൽകാം. അല്ലാഹു പറയാ നമ്മളോട്, നിങ്ങൾ ചോദിക്കുക, ഞാൻ നൽകാം. ഹൽ മിൻ ദാഇൻ ഫഅസ്തജീബ ലഹ്, നിങ്ങൾ ആരുണ്ട് ദുആ ചെയ്യാൻ, ഞാൻ അവന്റെ ദുആക്ക് ഉത്തരം നൽകാം. അതുപോലെ ആ സമയത്ത് നമ്മൾ ഉറക്കിലാണ്, നമ്മൾ അശ്രദ്ധയിലാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിന്റെ കഥ പറയുമ്പോൾ ഖുർആൻ പറഞ്ഞൊരു വാക്ക്, ഫഇന്ന മൗഇദഹുമുസ് സുബ്ഹ് അലൈസ സുബ്ഹു ബിഖരീബ്, അവർക്ക് ആ ശിക്ഷ വരുന്നത് സുബ്ഹിന്റെ സമയത്താണ്. മുൻകാല പ്രവാചകന്മാരുടെ ശത്രുക്കൾക്കൊക്കെ ശിക്ഷ ഇറങ്ങിയത് സുബ്ഹിന്റെ സമയത്താണ്. പണ്ഡിതന്മാർ ആ സമയത്തെ വിശേഷിപ്പിച്ചു, മുഅ്മിനീങ്ങൾ ഒരിക്കലും അശ്രദ്ധമാകാത്ത സമയമാണ് സുബ്ഹിന്റെ സമയം. അള്ളാഹുവിനെ അറിയാത്ത, അള്ളാഹുവിനെ പരിചയമില്ലാത്ത ഗാഫിലീങ്ങൾ, അശ്രദ്ധവാന്മാര്, അവർ അശ്രദ്ധയിൽ കഴിയുന്ന സമയമാണത്. അവർ ആ സമയത്ത് ശിക്ഷ ഇറങ്ങുന്നത്. നമ്മളോ ആ സമയത്ത് അശ്രദ്ധയിലാണ്, നല്ല ഗാഠനിദ്രയിലാണ്. അള്ളാഹുവിനെ പരിചയമില്ലാത്ത, അള്ളാഹുവിനെ സ്നേഹിക്കാത്ത, അള്ളാഹിനെ ഇഷ്ടമില്ലാത്ത
ആൾക്കാർ ഉറങ്ങുന്ന കാഫിര്യങ്ങൾ നല്ല രീതിയിൽ ഉറങ്ങുന്ന സമയം ഞങ്ങളും അതേപോലെ ഉറങ്ങാം. പക്ഷെ ഈ മറുഭാഗത്ത് അള്ളാഹുവിനെ അറിയുന്ന മുഅ്മിനീങ്ങൾ, അള്ളാഹുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ, അവർ തഹജ്ജുദ് നിസ്കാരത്തിലാണ്, ദുആയിലാണ്, അള്ളാഹുവിനോട് ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. ആ ദുആയുടെ ബർക്കത്തിലാണ് പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അങ്ങനെ അശ്രദ്ധരാകാൻ പാടില്ല. അള്ളാഹുമായിട്ട് നല്ലൊരു ബന്ധം നമുക്ക് വേണം. നമ്മൾ സമൂഹത്തിൽ ഏത് മേഖലയിലാണെന്നുള്ളതല്ല. ചിലപ്പം മാർക്കറ്റ് എന്തെങ്കിലും ചെറിയ കച്ചവടക്കാരനായിരിക്കും, അല്ലെങ്കിൽ റോഡരികിൽ എന്തെങ്കിലും വിൽക്കുന്ന കച്ചവടക്കാരനായിരിക്കും, സമൂഹത്തിൽ വിലയുണ്ടാവില്ല, ദരിദ്രനായിരിക്കും, സമൂഹത്തിൽ വിലയുണ്ടാവില്ല, ആൾക്കാർക്കിടയിൽ അവനക്കൊരു സ്ഥാനമില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ നല്ല സ്ഥാനം ഉണ്ടാവും, ഈ പറയപ്പെട്ട സഹാബാക്കളെ പോലെ. പ്രിയമുള്ളവരെ, നമ്മൾ അള്ളാഹുമായിട്ടൊരു ബന്ധം വെക്കുക. അത് ചിലപ്പോൾ നമ്മുടെ കൂടെ കിടക്കുന്ന ഭാര്യക്കറിയില്ല ഞാനും എൻ്റെ റബ്ബിൽ നിന്നുള്ള ബന്ധം. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന അധിക സമയം എൻ്റെ കൂടെ ഉണ്ടാകുന്ന എൻ്റെ കൂട്ടുകാർ, സഹപ്രവർത്തകന്മാർ, അവർക്കറിയില്ല ഞാനും എൻ്റെ റബ്ബും തമ്മിലുള്ള ബന്ധം. പ്രിയമുള്ളവർ, ആ രീതിയിൽ അള്ളാഹുമായിട്ട് നമുക്കൊരു ബന്ധം വേണം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം രാത്രിക്ക് മിസ്റിൽ നിന്ന് പോവാണ് ബനൂ ഇസ്രായേലിനെയും കൂട്ടിയിട്ട്. സുബഹിന്റെ സമയമാകുമ്പോൾ എത്തിപ്പെട്ടത് കടലിന്റെ മുമ്പിലാണ്. മുമ്പിൽ കടലും പിറകിൽ ഫിറഔന്റെ പട്ടാളവും. ബനൂ ഇസ്രായേലുകാർ മൂസാ നബി അലൈഹിസ്സലാമിനെ ആക്ഷേപിക്കാൻ തുടങ്ങി, ചീത്ത വിളിക്കാൻ തുടങ്ങി. നിന്റെ വാക്കും കേട്ടിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്, ഇപ്പൊ ഒന്നുമല്ലാത്ത അവസ്ഥയിലാണ്. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. ഖുർആൻ അല്ലാഹ് എടുത്തു പറഞ്ഞത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ആ രീതിയിൽ അള്ളാഹുമായിട്ട് ബന്ധം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവനെ എനിക്കൊരു വഴി കാണിച്ചു. ആ രീതിയിൽ അള്ളാഹുമായിട്ട് നമുക്കൊരു ബന്ധം വേണം. ഓരോ വ്യക്തി എനിക്കെൻ്റെ റബ്ബ്, ഏതവസ്ഥയിലും ദുനിയാവിൻ്റെ ഏത് പ്രശ്നങ്ങളിടുമ്പോൾ ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്കൊരു വഴി കാണിച്ചു. നിങ്ങളുള്ളവരെ ആ രീതിയിൽ അള്ളാഹുമായിട്ട് നല്ലൊരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അതിന് വലിയൊരു അവസരമാണ് റമദാൻ. പിശാചുകളൊക്കെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. പകലിൽ നോമ്പാണ്, രാത്രി ഇബാദത്താണ്. നല്ലൊരു അവസരമായി ഇതിനെ കാണുക. അള്ളാഹുമായിട്ട് ആ രീതിയിൽ ബന്ധം നമ്മൾ ഉണ്ടാക്കുക. അള്ളാഹുവിനെ സ്നേഹിക്കുക, ഇഷ്ടപ്പെടുക. ആ രീതിയിൽ അള്ളാഹുമായിട്ട് നല്ല ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ റമദാനിൽ ജീവിക്കാൻ അവരെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.